നല്ല ഉറക്കം അത് ദൈവത്തിൻ്റെ ദാനമാണ്. നല്ല കിടക്ക വില കൊടുത്തു വാങ്ങാം. നല്ല കട്ടിലും വില കൊടുത്താൽ കിട്ടും. നല്ല മുറികൾ ഉണ്ടാക്കാം. 10,000 രൂപ കൊടുത്താൽ ഒരു ദിവസത്തേക്ക് ഹോട്ടലിൽ നല്ല മുറി കിട്ടും. നല്ല മുറിയും നല്ല കട്ടിലും നല്ല കിടക്കയും നല്ല എയർ കണ്ടീഷനും പണമുണ്ടെങ്കിൽ സംഘടിപ്പിക്കാം. പക്ഷെ ഉറക്കം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഉറക്കമല്ല, നല്ല ഉറക്കം, ഡീപ്പ് ആൻഡ് ഗുഡ് സ്ലീപ്പ്, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ 1000 പ്രാവശ്യം പറയാം, ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളൊരു വാക്യം വായിക്കുകയാണ്. വാക്യം 5, 3-ാം സങ്കീർത്തനം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കും. നല്ല ഉറക്കം നല്ല ഉണർച്ച നൽകുന്നു. നല്ല പ്രഭാതം ലഭിക്കണമെങ്കിൽ നല്ല ഉറക്കം ലഭിക്കണം. നല്ല ദിവസം ലഭിക്കണമെങ്കിൽ നല്ല ഉറക്കം ലഭിക്കണം. മനുഷ്യ ജീവിതത്തിൽ 24 മണിക്കൂർ ഉള്ളതിൽ 12 മണിക്കൂർ റെസ്റ്റിനാണ്. അതിലെ മറ്റ് ക്ലീനിങ്ങും ഈറ്റിങ്ങും പരിപാടികളൊക്കെ അങ്ങോട്ട് പോയാലും 8 മണിക്കൂർ മനുഷ്യൻ ഉറങ്ങണമെന്നാണ് പ്രകൃതിയുടെ നിയമം. ഡോക്ടേഴ്സ് അങ്ങനെ നിർദ്ദേശിക്കുന്നു. യൗവനകാലത്ത് നന്നായിട്ട് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 8 എന്നുള്ളത് 5 ആക്കാം, 4 ആക്കാം, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഉറങ്ങാതിരിക്കുന്നവരുമുണ്ട്. എങ്കിലും ആരോഗ്യം എന്ന് പറയുന്നതിന് ഉറക്കം ആവശ്യമാണ്. നല്ല ഉറക്കത്തിൽ നിന്ന് മാത്രമേ നല്ല ഉണർവുണ്ടാകുകയുള്ളൂ. നല്ല രാത്രികളിൽ നിന്ന് മാത്രമേ നല്ല പ്രഭാതമുണ്ടാകുകയുള്ളൂ. നല്ല വിശ്രമത്തിൽ നിന്ന് മാത്രമേ നല്ല ആരോഗ്യമുള്ള ശരീരം പുറത്തു വരികയുള്ളൂ. ഈ ഉറക്കം ഒരു മാർക്കറ്റിലും ലഭ്യമല്ല. നമ്മളെ മയക്കുന്ന മരുന്നുകൾ കിട്ടുമെന്നല്ലാതെ. സുന്ദരമായ ഉറക്കം എത്ര മനോഹരമാണ്. അത് ദൈവം തന്നാൽ അവനോളം ഭാഗ്യവാനാരാ ഉള്ളത്. പക്ഷെ എപ്പോഴും ഉറങ്ങുന്നത് മടിയനാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഇനി നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് ഓർത്തേ. ഒറ്റ സെക്കൻഡ്, നമ്മുടെ സമയം ഇപ്പം തീരും. രാജാവ് എന്ന് പറയുന്ന ആളെപ്പോഴും ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കിടക്കയിൽ, 10 കൊല്ലമായിട്ട് ഒരേ കിടക്കയിലൊന്നുമല്ല. അവര് ആരോഗ്യം അനുസരിച്ച്, ശരീരത്തിൻ്റെ നില മാറുന്നതനുസരിച്ച്, പ്രായം മാറുന്നതനുസരിച്ച് കിടക്ക മാറിക്കൊണ്ടിരിക്കും. മുറിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പിന്നെ ഗവർണറും ഒക്കെ റൂം വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നത് വാർത്തകൾ വായിച്ചിട്ടില്ലേ? എല്ലാവർക്കും സാധ്യമല്ല. അപ്പം രാജകൊട്ടാരത്തിലെ ഏറ്റവും സുന്ദരമായ കിടക്ക വിട്ട്, മുറി വിട്ട് മകനെ പേടിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിൽ പോയി വെറുതെ ഒരു പാറപ്പുറത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. അപ്പോൾ ഉറക്കം മുറിയുടെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. നല്ല ഉറക്കം ദൈവമേ നിന്റെ ജനത്തിന് നൽകണമേ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.